അപ്പം ഇന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, തലയിൽ തുണി ഇടും, തുണി മാറ്റും, തുണി ഇടും, തുണി മാറ്റും, ഊരുക ഇടുക, ഊരുക ഇടുക. ഇവർക്കൊരു സ്ഥിരം പരിപാടി ആയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവർക്കിടെ ഒരു കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഹിന്ദു ദൈവങ്ങളെ വെച്ചിട്ട് മറ്റുള്ള മതക്കാരെ പ്രകോപിപ്പിച്ച് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളൊരു കണ്ടന്റിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഇവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഇവർ എത്തരത്തിലുള്ള സ്ത്രീയാണ്, എന്ത് മോശം വർത്തമാനം പറയുന്ന സ്ത്രീയാണ്, അവരുടെ വായെ തോന്നിയതൊക്കെ മറ്റുള്ളവരെ വിളിച്ചു പറഞ്ഞിട്ട് അവർ ഈ പറയുന്ന കണ്ണനെ വിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരക്കാർക്ക് നമ്മൾ ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ല. അപ്പോൾ അവർക്കിടെ കുറച്ച് നല്ല വാചകങ്ങൾ നമുക്ക് കേൾക്കാം. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക അവരുടെ ഈ സ്വഭാവം. കയ്യിലില്ലെങ്കിൽ അത് എന്നോട് തന്നെ എരന്നിട്ട് വേണോടി നിനക്ക് അടയ്ക്കാന്. നീ ഒരു കാര്യം ചെയ്യടി, നീ ഒരു പേപ്പർ വിരിക്കി. 24 മണിക്കൂറും റെയിൽവേ സ്റ്റേഷനിലല്ലേ ഉള്ളത്. ഒരു പേപ്പർ വിരിക്കി. പേപ്പർ വിരിച്ചിട്ട് അതിലേക്ക് വെക്കുന്ന ചില്ലറകൾ കൂട്ടി വെച്ചിട്ട് നിന്റെ കെട്ടിയോന്റെ, അതായത് നിന്റെ ആ മൊണ്ണയുടെ വണ്ടിയുടെ ഇൻഷുറൻസ് അങ്ങ് അടച്ചു കൊടുക്ക്. കേട്ടല്ലോ, ഇതാണ് ഇവളുടെ സ്വഭാവം. വായെന്ന് വരുന്ന നല്ല വൃത്തിയുള്ള ഭാഷയാണ്. വായ തുറന്നാ ഇതുപോലെ ഭരണിപ്പാട്ട് പാടുന്ന ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ണൻ്റെ ഫോട്ടോ വാങ്ങിക്കണോ? നിങ്ങൾ ആലോചിക്കുക. അത്രത്തോളം സരിഗമ പദനിസ ഭരണിപ്പാട്ട് പാടുന്ന സ്ത്രീയാണ്. ഒന്നും കുഴപ്പമില്ല, നീ ഭയങ്കര കാര്യമായിട്ട് MVDക്ക് അയച്ചു കൊടുത്തപ്പോ ഇതൊക്കെ എനിക്കും വേണമെങ്കിൽ ചെയ്യാൻ മെടി എന്ന് മാത്രമേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് നിന്റെ കൊണവനുണ്ടല്ലോ, മറ്റേ ആ മന്ദബുദ്ധി, ആ മന്ദബുദ്ധിയുടെ ഇൻഷുറൻസ് ഒന്നും ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ കെട്ടിയോനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ഞാൻ ഈ കാര്യത്തിൽ പ്രതികരിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പേരിനെങ്കിലും ഒരു കെട്ടിയോനുണ്ട്. പേരിനെങ്കിലും എൻ്റെ കൂടെ ഒരു കെട്ടിയോനുണ്ട്. പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കഥകളാണല്ലോ. അപ്പോൾ അത്രയും മാത്രം പറയുന്നുള്ളൂ, ബാക്കി പറയടി. കൊടുക്കേണ്ട യാതൊരു ആവശ്യവും എനിക്കില്ല. ഉളുപ്പുണ്ടോടി പ്രിയ നിനക്ക്? എന്നോട് തന്നെ ഏരെന്ന് ചോദിച്ചിട്ട് നിന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാൻ ഉളുപ്പുണ്ടോടി? കുറച്ചെങ്കിലും അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീ ഇരുന്ന് ഉളുപ്പുണ്ടോടി എന്ന് കുറേ പ്രാവശ്യമായില്ലോ ചോദിക്കുന്നു. നിന്നോട് ഞാൻ എപ്പോഴാടി ചോദിച്ചത്? വിഷമമുള്ളവരുണ്ടെങ്കിൽ പൈസ തരാനാ പറഞ്ഞത്, അല്ലാണ്ട് നിന്റെ പേരൊന്നും ഞാൻ എടുത്തു പറഞ്ഞില്ലല്ലോ. ഇച്ചിരിയെങ്കിലും ഉളുപ്പും മാനവും നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത്തരത്തിലൊക്കെ കാണിച്ചു കൂട്ടി നടക്കുവോ? അപ്പം നിന്നോടാണ് ഞാൻ ഇതൊരു 10-25 പ്രാവശ്യം അങ്ങോട്ട് ചോദിക്കേണ്ടത്. ഉളുപ്പുണ്ടോടി, നിനക്ക് ഉളുപ്പുണ്ടോടി? ഒരു മനുഷ്യനായിത്തിരിയെങ്കിലും ഉളുപ്പുണ്ടാവും. നീ തന്നെ അടയ്ക്കടി ഇൻഷുറൻസ്. അത്രയും വിഷമമുണ്ടെങ്കിൽ നീ പറഞ്ഞത് കറക്റ്റാ. ഒരു മനുഷ്യനാണെങ്കിൽ ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടാവും. അത് നിനക്കില്ലാത്ത പക്ഷം എനിക്കൊന്നും പറയാനില്ല. എടി മൊണ്ണ പിടിച്ച തള്ളേ, ഇൻഷുറൻസ് അടച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്നും വരാൻ പോകുന്നില്ല, നിനക്കും വരാൻ പോകുന്നില്ല. നിന്റെ ആ കാലമാടനെ ആരെങ്കിലും കൊണ്ടുവച്ചൊന്ന് തട്ടിയാല്, നിന്റെ ആ വാടക വീട് വിറ്റാ പോലും എന്നെ കൊണ്ട് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് റിക്കവർ ആയിട്ട്. കേട്ടല്ലോ, ഇതാണ് ഭാഷ, ഇതാണ് കയ്യിലിരിപ്പ്, നാവിൽ വിളയാടുന്ന സരസ്വതി. കേട്ടല്ലോ, വാ പൊളിച്ചാൽ ഇത്രയും ചെറ്റ വർത്താനം മാത്രമേ ഇവള് പറയുള്ളൂ. അപ്പം നിങ്ങൾ തീരുമാനിക്കുക, ഇവളുടെ കയ്യിൽ നിന്ന് നമ്മുടെ കണ്ണൻ്റെ ഫോട്ടോ വാങ്ങിക്കണോ വേണ്ടിയോ എന്ന്, ഇവള് പറയുന്ന വിലയ്ക്ക് വാങ്ങിക്കണോ വേണ്ടിയോ എന്ന് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുക. അപ്പം ഇത്തരത്തിൽ സംസാരിക്കുന്ന സ്ത്രീകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ആദ്യമായിട്ട് കാണാട്ടോ. തന്തയ്ക്കും തള്ളയ്ക്കും അല്ലാണ്ട് വായ തുറന്ന ഒരക്ഷരം നല്ലത് പറഞ്ഞ് ശീലമില്ലാത്ത ഈ സാധനത്തിൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കുന്ന ഹിന്ദുക്കളെ നിങ്ങളെ ഞാൻ നമിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഭയങ്കരമായിട്ട് സരസ്വതി വിളയാടുന്ന നാവാട്ടോ. ചേച്ചിയുടെ വായ തുറന്ന ഭരണിപ്പാട്ട് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാന്നറിയോ? നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, പറഞ്ഞാൽ കേൾക്കാത്തവന് കിട്ടിയാൽ അങ്ങ് ബോധിക്കുമെന്ന്. ഒരുത്തനെ തട്ടിയാ മതി മോളെ. നിന്റെ ഈ വലിയ നാവുണ്ടല്ലോ, തലക്ക് ചുറ്റുമുള്ള നാവുണ്ടല്ലോ,
ഒരുമിച്ച് നിന്നാൽ പോലും നിങ്ങൾക്ക് അതൊന്ന് കരകയറാൻ പറ്റൂല. വാഹനമാണ്, തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യും, സ്വാഭാവികമാണ്. എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് പൊട്ടി കിടക്കുകയാണ്, എനിക്കത് നന്നാക്കണം. പക്ഷെ ഞാനൊക്കെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത ഒരാളാണ്, അതും ബമ്പർ ടു ബമ്പർ. പുതിയ വണ്ടിയാണേ. എല്ലാവരും വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പൊട്ടിക്കിടക്കുന്നത് ആർക്കിടെയാ? അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, ഇത്തരത്തിലെ ആളുകളെ, ഇങ്ങനത്തെ വർത്തമാനം പറയുന്ന ഈ അരയ്ക്ക് ചുറ്റും നാവുള്ള പെണ്ണുങ്ങളെന്ന് പറയാം, അമ്മാതിരെ കിടന്നാടുന്ന ഈ ചന്തകൾ, എന്താ പറയുക, ഈ ചന്തയിൽ ജീവിക്കുന്ന ഈ സ്ത്രീകളാണ് ഇതുപോലത്തെ വർത്തമാനങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പം ഇവളുടെയൊക്കെ ഈ വായിന്ന് വരുന്ന വർത്തമാനമൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്നുകൂടി നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ എന്നിട്ട് പ്രിയ ചേച്ചി ഒരു വീഡിയോ ഇട്ടേക്ക്, നിനക്ക് അത്രമേൽ ഖേദമുണ്ട്, നീ എന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് അങ്ങ് അടച്ചേക്കടി, ഞാൻ ഗൂഗിൾ പേ സ്കാനർ തന്നേക്കാം. ഉളുപ്പ്. ഞാൻ ജനങ്ങളോടാണ് പറഞ്ഞത്, അതായത് ആർക്കാണോ വിഷമമുള്ളത് അവരടയ്ക്കാനാണ് പറഞ്ഞത്. ഞാൻ ഒരാളുടെ പേരെടുത്തും പറഞ്ഞിട്ടില്ല, ഒരാളുടെ പേരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിനക്ക് ഉളുപ്പില്ലാഞ്ഞിട്ടല്ലേ നീ ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത്? ഉളുപ്പുണ്ടോ എന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അതില്ലാന്നറിയാം. അതില്ലാത്തത് കൊണ്ടാണല്ലോ ഇതുപോലെ വന്നിരുന്ന് എന്നെയൊക്കെ തെറി പറയുന്നത്. എന്നെ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട് നീ അവരെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജനങ്ങളെ കേൾപ്പിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് എന്നോട് ഇറക്കാൻ ഉളുപ്പുണ്ടോടി നിനക്ക്? അതിനെക്കാട്ടി നല്ല ആ ട്രെയിനിന്റെ മുമ്പിലേക്ക് തല വെച്ചു കൊടുക്കുന്നതല്ലായിരുന്നോടി ഇത്രയും നല്ലത്? എന്നോട് പറഞ്ഞ വാചകം നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ കേൾക്കണം, പ്രത്യേകിച്ചും ഹിന്ദുക്കൾ ഇത് കേൾക്കണം. കാരണം നിങ്ങളെപ്പോലുള്ള ഹിന്ദുക്കളാണ് ഇവൾക്ക് തീറ്റയും വളവും ഒക്കെ കൊടുത്ത് ഇങ്ങനെ വളർത്തുന്നത്. ഒരു പേപ്പർ 2 രൂപ ഒരു പേപ്പർ, അത് വിരിച്ചിട്ട് എന്റെ കെട്ടിയോന്റെ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒന്നിരുന്നാ പോരേടി. തേർഡ് പാർട്ട് അടിക്കാനുള്ള പൈസ കിട്ടല്ലോ, അതിനൊന്നും ബമ്പർ ടു ബമ്പർ ഒന്നും കിട്ടില്ല, ഫുൾ കവർ കിട്ടൂല. അതിന് അത് തേർഡ് പാർട്ടേ കിട്ടുള്ളൂ. അത്രക്ക് ജാമ്പോന്റെ കാലത്തുള്ള വണ്ടിയാണേ. പിന്നെ നിന്റെ നാട്ടിലുള്ള ചിരിച്ച് നടക്കുന്ന ആൾക്കാര് നിന്റെ നാട്ടിലുള്ള സകല വിവരങ്ങളും ഇവിടെ തരുന്നുണ്ട് എന്നുള്ളത് ഇപ്പം മോൾക്ക് കാര്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതിനൊരു മറുപടി പറഞ്ഞോട്ടെ. എന്നിട്ട് എന്തൊക്കെ തെളിവ് നീ എനിക്കെതിരെ കൊണ്ടുവന്നു, അതും കൂടി ഒന്ന് പറഞ്ഞു തരുമോ? പലരും നിന്നെ ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവാം, മേ ബി, നമുക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ത് കിട്ടി ചേച്ചിക്ക്? ഇതൊക്കെ അവിടെ പോയിട്ട് നിന്റെ മാതിരി ഇങ്ങനെ ഛർദിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ നല്ലൊരു ഉമ്മാക്ക് ജനിച്ചത് കൊണ്ടാ, അല്ലാതെ. കണ്ടല്ലോ, അപ്പൊ നല്ലൊരു ഉമ്മാന്റെ മോളിരുന്നിട്ട് എന്നെ പറയുന്ന അനാവശ്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. എന്നെയാണ് പറയുന്നത്. അപ്പം എന്നോട് പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങളെ കൂടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെപ്പോലുള്ള ഹിന്ദു സ്ത്രീകൾ വെറും വൃത്തികെട്ടവരും കൊള്ളില്ലാത്തവളും ഇങ്ങനെയൊക്കെ മറ്റുള്ളവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അവഹേളിക്കുന്ന ഇവരൊക്കെ നല്ലവരും എന്നാണ് ഇപ്പോൾ സമർത്ഥിച്ചുകൊണ്ട് വരുന്നത്. നിങ്ങൾ തന്നെ കേൾക്കണം ഈ നാവിലെ സരസ്വതി വിളയാട്ടം. എന്റെ മോക്ക് പൂവ് ഉണ്ടാക്കാൻ അറിയാം, എന്റെ മോക്ക് പൂവ് ഉണ്ടാക്കാൻ അറിയാം, എന്റെ മോള് പൂവ് ഉണ്ടാക്കും എന്ന് പറയുന്ന തള്ളയൊന്നും അല്ല എന്റേത്. ആ തള്ളക്ക് അറ്റ്ലീസ്റ്റ് ഒരു നല്ല ഡ്രസ്സെങ്കിലും മേടിച്ചു കൊടുക്കുക, അതെങ്കിലും ചെയ്യുക, ഒരു നല്ല ഭക്ഷണമെങ്കിലും മേടിച്ചു കൊടുക്കുക. ആ തള്ള പല സ്ഥലത്തുനിന്നും ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് ആർത്തി മൂർത്ത് കഴിക്കുന്നത് പോലും തോന്നാറുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യടി, അല്ലാതെ എന്റെ പുറകെ നടന്നിട്ട് ഞാൻ. ഇതിനൊരു മറുപടി ഞാൻ പറഞ്ഞോട്ടെ. നീയൊക്കെ കണ്ണന വരച്ചുകൊണ്ട് കണ്ണന വരയ്ക്കലും അത് കഴിഞ്ഞ് വന്ന് ചിക്കനും മട്ടനും മീനൊക്കെ തട്ടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഹിന്ദുക്കൾക്ക് അറപ്പ് തോന്നാറുണ്ട്. അറപ്പ് തോന്നാന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഈ വൃത്തികെട്ട രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് അത് ഞങ്ങളുടെയൊക്കെ ദൈവങ്ങളുടെ ഒരു പേരും ആ നാവ് കൊണ്ടാണല്ലോ ഉച്ചരിക്കണേന്ന് തോന്നുമ്പം ശരിക്കും അറപ്പ് തോന്നുന്നുണ്ട് നിന്നോട്. ചെയ്യടി, അല്ലാതെ എന്റെ പുറകെ നടന്നിട്ട് ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടുക്കോ, ഞാൻ ഹെൽമെറ്റ് ഇട്ടുക്കോ, ഞാൻ വാഹനം ഓടിക്കുമ്പോ മൊബൈൽ യൂസ് ചെയ്തുക്കോ, ഇതൊക്കെ നോക്കി നടക്കുന്ന നേരം. ഈ നിയമം എന്ന് പറയുന്നതേ എല്ലാവർക്കും അനുസരിക്കാനുള്ളതാണ്. അത് പരസ്യമായിട്ട് തെറ്റിച്ച് കാണിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. പക്ഷെ തെറ്റിക്കുമ്പോൾ അത് പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞ്
അത്ര ചങ്കൂറ്റത്തോടു കൂടി തെറ്റിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയണ്ടു? അതും കൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. കൊണ്ടൊരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിന്റെ കെട്ടിയോന് വേണ്ടിയിട്ട് നിനക്ക് അടയ്ക്കാൻ പറ്റുന്നില്ലേ? ഓ, കുടിച്ച് വന്ന് തല്ലുന്ന അയാളെ നിനക്ക് എന്തിനു നോക്കണം എന്നായിരിക്കും നീ വിചാരിക്കുന്നുണ്ടാവുക. കുടിച്ചോർക്ക് അയാളൊന്ന് ചത്തുപോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ലടി, ഇൻഷുറൻസ് എടുത്താലേ അതിലും നിനക്ക് ബെറ്റർ ആവുള്ളൂ കേട്ടോ. അപ്പം എൻ്റെ ഹിന്ദു സഹോദരങ്ങൾ ഇത് കേൾക്കുക. ഒരു സ്ത്രീയായ എന്നെ ഈ പറയുന്ന പേര് ഞാൻ പറയുന്നില്ല, പേര് പറയാൻ എനിക്ക് അറപ്പാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ സ്ത്രീയുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പ് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ വായക്കൂടി ഛർദ്ദിക്കുന്ന, സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഛർദ്ദിക്കുന്ന ഈ സ്ത്രീയുടെ അറപ്പും വെറുപ്പും തോന്നുന്ന വർത്തമാന രീതി, വെറും അറപ്പ് തോന്നുന്ന വർത്തമാന രീതി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണനെ വരയ്ക്കുമ്പോൾ ഹിന്ദു സഹോദരങ്ങൾ അത് വാങ്ങിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരു ഹിന്ദുവായ എന്നെ ഇന്നിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെ എന്തും പറയാം. അത്തരത്തിലുള്ള വൃത്തികെട്ട രീതിയിലുള്ള സംസാരമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പോക്കറ്റ് മണി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനും ഇൻഷുറൻസ് വേണം. അതുകൊണ്ട് നിനക്കുള്ള ഒരു ഉപദേശമാണ്, നീ നിൽക്കുന്ന റെയിൽവേ ട്രാക്കിൽ ഒന്നെങ്കിൽ തല വെക്കുക, നിന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷന് ഒരു 2.5 രൂപയുടെ ഒരു മാതൃഭൂമിയോ മനോരമയോ ഏതെങ്കിലും ഒരു പേപ്പർ വാങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വിരിച്ചിട്ട് പ്രത്യേകിച്ച് എഴുതി വെക്കണം കേട്ടോ, എൻ്റെ കെട്ടിയോൻ്റെ ഗുഡ്സ് വണ്ടിക്ക് തേർഡ് പാർട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം എനിക്ക് തരണമേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പ്രിയ എന്ന് പറഞ്ഞിട്ട്. നീ ഈ പറഞ്ഞ 2 ഓപ്ഷൻ, 2 പരിപാടികളും എനിക്ക് യാതൊരുവിധ പരിചയവുമില്ലാത്ത മേഖലയാണ്. അപ്പം നീ ഈ മേഖലയിൽ നിനക്കുള്ള പരിചയമാണ് നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കൊടുക്കണേ, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ല ഓക്കെ വല്ലാത്ത ദണ്ണം, എനിക്ക് ആ വണ്ടിക്ക് ഇൻഷുറൻസ് അടയ്ക്കാത്ത എനിക്കെന്തോ പറ്റി, എനിക്കിതാ RTOന്റെ അടുത്ത് പോയാൽ ഏറിപ്പോയ 2000 രൂപ ഫൈന്. ആ 2000 രൂപ മതി ആ മുണ്ണനോട് പറ തേർഡ് പാർട്ട് അടച്ചു കൊടുക്കാൻ. എല്ലാ ആണുങ്ങളെയും ഇവള് തന്തയ്ക്കും തള്ളക്കും പിന്നെ വിളിക്കുന്നത് ഈ മൊണ്ണ വിളിയും ഒക്കെയാണ്. ഇതൊക്കെയാണോ നിങ്ങളുടെ നാട്ടിലെ സംസ്കാരം എന്ന് പറയുന്നത്? ഇങ്ങനെയാണോ നിങ്ങളുടെ നാട്ടിലെയും വീട്ടിലെയും ഓരോ സ്ത്രീകളും സംസാരിക്കുന്നത്? ഫുള്ളായിട്ട് ചെയ്താല് അയാളെങ്ങാൻ ആ വണ്ടിയിൽ വെച്ച് തട്ടിപ്പോയാ നിനക്കൊരു കാര്യമായിടി, സുഖമായിട്ട് ജീവിക്കാനുള്ള വകുപ്പ് ഇൻഷുറൻസ് കമ്പനിക്കാരൻ തരും. ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് പരിചയമില്ലാത്ത മേഖലകളാണ്. നമ്മളൊന്നും ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നെഹിഹേ, നമ്മൾ ഇത്രക്കാർ നെഹിഹേ. നമ്മളൊന്നും നമ്മുടെ വീട്ടിലെ ആളുകളെ, അതായത് നീ ചിന്തിക്കുന്ന പോലെ ഒന്നും ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ ഇന്നേ വരെ ചിന്തിക്കാത്ത ഒരു കാര്യം കൂടിയിട്ടാണ് നീ പറയുന്നത്. അപ്പം നിനക്ക് ഇതൊക്കെ നല്ല പരിചയം ഉണ്ടെന്നല്ലേ അർത്ഥം? എനിക്ക് അങ്ങനെ കാണാൻ കഴിയുള്ളൂ. നമ്മൾ ഇത്രക്കാർ നെഹിഹേ. മച്ച് നടന്നതുകൊണ്ട് കാര്യമല്ല, ആരുടെയോ ഹെൽമെറ്റ് കയ്യിൽ പിടിച്ചിട്ട് എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ് നടന്നിട്ടും കാര്യമല്ല. എൻ്റെ പൊന്നു താത്ത, എൻ്റെ കയ്യിൽ വണ്ടി ഉണ്ടെന്ന് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എൻ്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും എനിക്ക് ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതൊക്കെ നിനക്ക്. നമ്മൾ അത്രക്കാർ നഹിഹേ. വണ്ടിയുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇത്രയും കാര്യങ്ങൾ എന്നിട്ടിപ്പോ എന്നാ ചെയ്യാനാ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചേച്ചി അങ്ങ് ചെയ്യേ. എനിക്കറിയാം, എനിക്കിത് RTO ഓഫീസിലേക്കോ അല്ല RTOയുടെ സൈറ്റിലേക്കോ അയച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. പെട്ടെന്നാകട്ടെ കേട്ടോ, അതാ എനിക്ക് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് പ്ലീസ്. അതെന്തുകൊണ്ടാന്നറിയോ? നിന്റെ തന്തയല്ല എന്റെ തന്ത. നോക്ക്, റെയിൽവേ സ്റ്റേഷനിൽ 24 മണിക്കൂറും കുത്തിരിക്കുന്നതും മറ്റേ കൊച്ചിയിലെത്തിയിട്ട് ഫ്ലൈറ്റ് പറന്നു പോകുന്നതും മാത്രം ഇടാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല മോളെ പ്രിയ, ഒരുപാട് ജോലികളുള്ളതാ, വരയ്ക്കാനുള്ളതാ. ഓ അറിയാം, ഒരുപാട് ജോലികൾ ഉണ്ടെന്നറിയാം. ബാക്കി ഞങ്ങളോട് പറയണ്ട, അറിയാം. കൊറേ വില കുറച്ചു കൊടുക്കാൻ ശ്രമിച്ചല്ലോ, എന്നിട്ട് എന്തേ ആരും മേടിച്ചില്ലേ? 5000 രൂപയാണെന്നും പറഞ്ഞ് കടുംപിടുത്തം പിടിച്ച സാധനം 2500-നും 3500-നും ഒക്കെ ഓഫറിന് വിൽക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ ചേച്ചി? എൻ്റെ ഫോട്ടോ വാങ്ങിക്കുന്നതോ വാങ്ങിക്കാതിരിക്കുന്നതോ അത് ചേച്ചിയെ ബാധിക്കുന്ന കാര്യമല്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല കണ്ണനെ വരയ്ക്കുന്നത്.
ഫിക്സഡ് റേറ്റ് ആക്കി ഉറപ്പിച്ച് ആളുകളിൽ നിന്ന് ഇത്രയും പൈസ പ്രതിഫലം വാങ്ങിച്ചിട്ട് ഞാൻ കണ്ണനെ വരച്ചു കൊടുക്കുന്നില്ല. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. അതിനിയും ഞാൻ വരയ്ക്കും. ഞാൻ വരയ്ക്കുന്നത് കൊണ്ടല്ലല്ലോ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇതുവരെ ഇല്ലാത്ത ഓഫറുകളും വിലക്കുറവിനും ഒക്കെ ഫോട്ടോ വിൽക്കാൻ ശ്രമിക്കുന്നത്. പരിമിത ഓർഡറാണ് അത്രയെന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത കഷ്ടമുണ്ട് കേട്ടോ ചേച്ചിക്ക്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഓഫറിന് വെക്കേണ്ട വരും. 2500-നും 3500-നും കൊടുക്കാൻ ശ്രമിച്ചല്ലോ, എന്നിട്ട് എന്തേ ആരും മേടിച്ചില്ലേ? അപ്പോഴും എല്ലാരും ജസ്നയുടെ പുറകെ. ഞാനിതൊരു തൊഴിലായിട്ട് കരുതിയിട്ടില്ല. തൊഴിലാർക്കാണെന്ന് ജനങ്ങൾക്കറിയാലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഹോബിക്ക് വേണ്ടി വരയ്ക്കുന്നു. അത് ഇടയ്ക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നു. അല്ലാതെ ഇതെൻ്റെ ഒരു ജോലിയല്ല കേട്ടോ, എൻ്റെ ഒരു സന്തോഷം. എനിക്കതൊരു ബിസിനസ്സല്ല. ഇപ്പം മനസ്സിലായില്ലേ? തന്നെയാ വരുന്നത്. അപ്പം മനസ്സിലാക്കിക്കോ, 100 തവണ ഭക്തയാണെന്ന് പറഞ്ഞ് ഗുരുവായൂർ പോയി വീഡിയോ എടുത്തത് കൊണ്ടൊന്നും കാര്യമല്ല. കണ്ണനോട് 100 തവണയല്ല, 10,000 തവണ ഇനിയും പോയി എടുക്കും. ചേച്ചിക്ക് എന്തേ, അല്ല സോറി, താത്തയ്ക്ക് എന്തേ എടുക്കാൻ പറ്റാഞ്ഞു? അപ്പോൾ അവിടെ തന്നെ ഇല്ലേ അതിൻ്റെ ഉത്തരം? പലതവണ അതിൻ്റെ നടക്ക പോയി ആടിക്കൊഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കണ്ണനും കൂടി തോന്നണം. 100 തവണയല്ല, 1000 തവണയല്ല, 10,000 തവണ, വേണമെങ്കിൽ 1,00,000 തവണ ഞാൻ ഗുരുവായൂർ പോകും. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്താലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നിൻ്റെ കാര്യം അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, കണ്ണനും കൂടി തോന്നണം. 1001 തവണ ചിലപ്പോൾ പോയിന്നിരിക്കും ഗുരുവായൂർ. ഇന്നും എനിക്ക് അവിടെ കയറാൻ പറ്റുന്നുണ്ട്, വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ണനും കൂടി വിചാരിക്കണം എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ കണ്ണൻ വിചാരിച്ചിട്ടല്ലല്ലോ. ലല്ലല്ലല്ലല്ലല്ലേ, കണ്ണനും കൂടി തോന്നണം. ഇതൊരു അഭ്യാസ പ്രകടനമല്ല, ഭക്തിയാണെന്ന് ചിലപ്പോൾ പുള്ളിക്കാരന് തോന്നിയിട്ടുണ്ടാവില്ല. പലരെയും പറ്റിക്കുന്ന ആ കള്ളക്കണ്ണനെ പറ്റിക്കാൻ നോക്കിയാലോ, അമ്പടി ജിഞ്ചിന്താക്കടി. ഇൻഷുറൻസ് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ പേപ്പർ ഇട്ട് വിരിച്ച് അതിന്ന് കിട്ടുന്ന പൈസയിലെടുത്ത് ഇൻഷുറൻസ് അടയ്ക്കുക. അല്ലാതെ എനിക്കിട്ട് സ്കാനർ താങ്ങിയിട്ട് നിന്റെ അണ്ണാക്കിലേക്ക് തള്ളാനേ ഞാനേ നിന്റെ തന്ത കല്ല ജനിച്ചത് കേട്ടോ പ്രിയേ. എൻ്റെ തന്തക്ക് ജനിക്കാത്തത് കൊണ്ടാണ് ഇതുപോലെ കാണിക്കുന്നത്. ഈ തന്തയുടെ പേരൊന്നും പറഞ്ഞ് കളിക്കാൻ ഞാനില്ല. എൻ്റെ തന്തക്ക് ജനിച്ചിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഇച്ചിരി ഉളുപ്പും ഇതൊക്കെ ഉണ്ടായേനെ. ഹിന്ദി ഞങ്ങൾ പഠിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. നീ പറഞ്ഞ ഒരു കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. തെണ്ടി പരിചയമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ഇതാണ് ഈ പറയുന്ന ആളുടെ സ്വഭാവം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഇത്തരം വൃത്തികേടുകൾ മറ്റുള്ളവരെ പറയുന്ന ഇവരുടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ഹിന്ദുക്കൾ തീരുമാനിക്കുക. ഇവരെയൊന്നും ഇങ്ങനെ നമ്മൾ ഹിന്ദുക്കൾ വെള്ളവും വളവും കൊടുത്ത് വളർത്തരുത് മക്കളെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവരെയൊക്കെ നമ്മൾ വെള്ളവും വളവും കൊടുത്ത് വളർത്തി ഇങ്ങനെ പുഷ്ടിപ്പെടുത്തിയിട്ട് നമ്മൾ ഹിന്ദുക്കളുടെ നെഞ്ചത്തേക്ക് തന്നെ കയറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ അയ്യപ്പൻ്റെ പേരിൻ്റെ കൂടെയോ കണ്ണൻ്റെ പേരിൻ്റെ കൂടെയോ യാതൊരു മോശം വാചകങ്ങളും നമ്മൾ പറയാറുമില്ല, എഴുതി ചേർക്കാറുമില്ല. അപ്പം അത്തരത്തിലൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സ്ത്രീകൾ നാളെ ഇതിലും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സംശയവും വേണ്ട. അവർ ഇതല്ല ഇതിൻ്റെ അപ്പുറം പറയും. അപ്പം നമ്മൾ ഹിന്ദുക്കൾ വെള്ളവും വളവും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇവരെ പോലുള്ളവരെ ഇങ്ങനെ മറ്റുള്ളവരെ നെഞ്ചത്ത് കയറി ഹിന്ദുക്കളെ തന്നെ ഇങ്ങനെ അസഭ്യം പറയാനായിട്ട് അങ്ങനെ കൊഴുത്ത് പുഷ്ടിക്കാനായിട്ട് നിങ്ങൾ തന്നെ വളർത്തണോ എന്നൊരു കാര്യം ഹിന്ദുക്കൾ തീരുമാനിക്കുക. ഇന്ന് എനിക്ക് അനുഭവം ഉണ്ടായെങ്കിൽ നാളെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് കിട്ടാം. അപ്പോൾ ഇത്തരത്തിലുള്ളവരെ ഇങ്ങനെ വളർന്ന് ഫലപുഷ്ടിപ്പെടുത്താനായിട്ട് വിടാതെ തുടക്കത്തിൽ മുളയിലെ നുള്ളുക എന്ന് കേട്ടിട്ടില്ലേ, അതാണ് ചെയ്യേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് നീങ്ങും എന്ന കാര്യത്തിൽ സംശയവുമില്ല. നിങ്ങൾ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചിട്ട് നിങ്ങൾ കൊടുക്കുന്ന പൈസയും തിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഹിന്ദുക്കളായ നമ്മുടെയൊക്കെ മെക്കിട്ട് കയറാനായിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, തീരുമാനിക്കുക, ഇതിന് നല്ലൊരു പോംവഴി നിങ്ങൾ തന്നെ കണ്ടെത്തുക.